കള്ളനെ കുടപിടിക്കുന്ന സ്വഭാവമാണ് നമ്മുടെ ഇടതുപക്ഷ സർക്കാരിനുള്ളത്. സർക്കാരിന്റെ കള്ളന്മാർക്കും കൊലപാതകികൾക്കും VIP പരിഗണനയാണ് ജയിലുകളിൽ നൽകുന്നത്. കാരണം സർക്കാരിന് വേണ്ടി കട്ടവരും കൊന്നവരും ഒക്കെ അല്ലേ, അതിന്റെ ഒരു കൂറ് അവരോട് എന്തായാലും കാണും. നേരത്തെ TP വധക്കേസിലെ പ്രതികളായ കൊടിസുനിക്കും കൂട്ടാളികൾക്കും ജയിലിൽ ഭയങ്കരമായ സൗകര്യങ്ങളാണ് നൽകിയിരുന്നത്. ഫോണും ഇന്റർനെറ്റും, എന്തിനേറെ പറയുന്നു മദ്യവും കഞ്ചാവും വരെ അവർക്കുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ജയിലിൽ പോയിട്ട് ഒന്ന് പുഷ്ടിപ്പെട്ടു എന്ന് വേണേൽ പറയാം. ഇപ്പോഴിതാ കേരളത്തിലാകെ കോളിളക്കം സൃഷ്ടിച്ച ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ അറസ്റ്റിലായ പ്രധാന പ്രതി മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറുമായ N വാസുവിനും ജയിലിൽ സുഖസൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുകയാണ്. വാസുവിന് മാത്രമായി പ്രത്യേക മുറിയിലായി കട്ടിലും ഫാനും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ പത്മകുമാർ ഉൾപ്പെടെയുള്ളവർക്ക് ഈ സൗകര്യങ്ങൾ ലഭിക്കുന്നില്ല. അവർ സാധാരണ തടവുകാരുടെ കൂടെയാണ് കഴിയുന്നത്. കൊട്ടാരക്കര സബ് ജയിലിലായിരുന്ന N വാസു ഹൃദ്രോഗബാധിതനായതിനാൽ ചികിത്സ നൽകുന്നതിന് വേണ്ടിയാണ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത്. കൂടാതെ എല്ലാ ദിവസവും ഡോക്ടറുടെ പരിശോധനയുമുണ്ട്. ഹൃദ്രോഗി ആയതുകൊണ്ടാണ് ഇത്രയും സൗകര്യങ്ങൾ നൽകിയതെന്ന് ചിലപ്പോൾ എല്ലാവരും പറയുമായിരിക്കും. എന്നാൽ സർക്കാരിനോടൊന്ന് ചോദിക്കട്ടെ, ജയിലിൽ വേറെയും ഹൃദ്രോഗികളും മറ്റു മാറാ അസുഖങ്ങളുള്ളവരുമുണ്ട്. അവർക്കൊക്കെ നിങ്ങൾ ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ നൽകുന്നുണ്ടോ? എന്തുകൊണ്ട് N വാസുവിന് മാത്രം ഇങ്ങനെ പരിഗണന നൽകുന്നു? അപ്പോ സർക്കാരിനും ഇതിൽ എന്തോ പങ്കുണ്ട്. കൂടാതെ സർക്കാരിന് ഈ കേസിലെ പ്രതികളോട് പാർഷ്വാലിറ്റി മൈൻഡ് ഉണ്ടെന്നും മനസ്സിലാക്കാം. കാരണം വാസുവിന് മാത്രമാണ് പ്രത്യേക സൗകര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. മറ്റുള്ളവരെ സാധാരണ സെല്ലിലാണ് കിടത്തിയിരിക്കുന്നത്. പത്മകുമാറിന് MLA എന്ന പരിഗണനയെങ്കിലും കൊടുക്കാമായിരുന്നു. ഇതിലൂടെ ഒരു കാര്യം വ്യക്തമാണ്. മുൻ MLAയും CPM നേതാവുമായ പത്മകുമാറിനേക്കാളും സർക്കാരിന് പ്രിയം N വാസുവിനോടാണെന്ന്. ഈ പാർഷ്വാലിറ്റിക്ക് പത്മകുമാറിന്റെ വക മന്ത്രിമാർക്ക് പണി പിന്നാലെ വരുന്നുണ്ട്. അടുത്ത ദിവസം പത്മകുമാറിന്റെ മൊഴിയെടുക്കുമ്പോൾ കേസുമായി ബന്ധമുള്ള ഓരോ മന്ത്രിമാരുടെയും പേരുകൾ എണ്ണി പറയും. ചിലപ്പോൾ അതിൽ മുഖ്യനും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഏതായാലും എല്ലാവരും സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നല്ലേ.